ഞാൻ നിങ്ങളുടെ മുമ്പിൽ ന്യൂഡായിട്ട് വന്നിട്ടില്ലല്ലോ, ബിക്കിനിയല്ലേ വന്നിട്ടുള്ളൂ, അല്ലാതെ ഫുൾ ന്യൂഡായിട്ടോ മറ്റുള്ള മോശമായ രീതിയിലോ ഒന്നും വന്നിട്ടില്ല. ഒന്ന് കിട്ടോ, വീഡിയോ കോൾ സർവീസ് ഉണ്ടാ, പിന്നെ പേയ്മെന്റ് തരാം, ഒന്ന് വരാമോ മീറ്റപ്പിന് എറണാകുളത്ത്. ഞാൻ ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട്, ഗൗരി ചോദിക്കുന്ന എമൗണ്ട് തരാം. ഒരു പെണ്ണ് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അവള് ഫോക്കസാണ്. സ്വാഭാവികമായിട്ട് ഒരു ക്ലീവേജ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സമൂഹം പറയുന്നത് പച്ചയായ രീതിയിൽ വെടികൾ എന്നാണ് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അതിൽ ആദ്യം വരുന്ന കമന്റ് എന്തായിരിക്കും? വട, അതൊന്ന് കാണിക്കോ. ഈ വട കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ ഓ ഇന്ന് വട കണ്ടില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നത്. ന്യൂഡായിട്ടും ചെയ്തു, സെമി ന്യൂഡായിട്ടും ചെയ്തു. അത് നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ആ പിക്ചേഴ്സ് അപ്ലോഡ് ചെയ്യില്ല എന്നുള്ള പ്രൂഫ് മുഖേനയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എവിടെങ്കിലും എന്റെ ന്യൂഡ് ഫോട്ടോ കണ്ടിട്ടുണ്ടോ? ന്യൂഡ് ഫോട്ടോസ് ഞാൻ കണ്ടിട്ടില്ല. പകരം ആ കമ്പനിക്ക് വേണ്ടി ന്യൂഡ് ഫോട്ടോ ചെയ്തിട്ടുണ്ട്. ആ പിക്ചേഴ്സ് ഇവിടെ ഇറങ്ങിയിട്ടില്ല. കുറച്ച് ബുക്കുകൾ കാണിക്കാം. അങ്ങനെ ഒരു ഇതിലേക്ക് മാറിയത് എങ്ങനെയാണ്? ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. പൊതുവെ ഞാൻ നോക്കുമ്പോ ഇപ്പൊ ഈ വയറ് കണ്ടു, നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഈ വയറ് എനിക്ക് തോന്നുന്നു. ക്ലീവേജ് കണ്ടു എന്ന് പറയണു, അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഒന്നും തോന്നുന്നില്ലല്ലോ. വട കാണിച്ചുകൊണ്ടിരുന്നോണ്ടാണ് വടയക്ഷി എന്ന് പറഞ്ഞ് ആൾക്കാർ. അത് നമ്മുടെ മലയാളികൾ കുറെ ആൾക്കാര് സദാചാരം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പൊ എനിക്ക് പറ്റുന്ന രീതിയിലാണെങ്കിൽ അറിയാവുന്നവരോട് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ട് ഞാൻ പറയും വീഡിയോ റിമൂവ് ചെയ്യാൻ പറയും. ഒരു ഗൾഫ് രാജ്യത്ത് പോയിട്ട് 5 ദിവസം അതെന്റെ ബിക്കിനിയുടെ ഷൂട്ടുമായിട്ട് പോയതാണ്. അവിടുത്തെ അറബികളുടെ ഹായ്, ആക്ട്രസും മോഡലുമായ ഗൗരി സിജി. ഗൗരിയാണെന്ന് നമ്മോടൊപ്പം ഉള്ളത്. വെൽക്കം ടു ദി ഷോ. ഈ ഒരു വേഷത്തിൽ കണ്ടാലാണ് ഗൗരീനെ ആൾക്കാർക്ക് പെട്ടെന്ന് കൂടുതലായിട്ടും തിരിച്ചറിയാൻ പറ്റുള്ളൂ. കാരണം ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് ഈ മുണ്ടും ബ്ലൗസും ഇട്ട ഫോട്ടോഷൂട്ടുകളാണ് കൂടുതലും ചെയ്തിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഒരു നേഴ്സായിരുന്നു, നഴ്സിംഗിൽ നിന്ന് പതുക്കെ മോഡലിങ്ങിലേക്ക് മാറി. എന്താണ് അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് പടി വിളിച്ചത്? ഞാൻ ഇഷ്ടപ്പെട്ട ജോലി ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്ത് അങ്ങനെ വന്നതാണ്. എത്ര വർഷം മുമ്പായിരുന്നു നേഴ്സായിട്ടിരുന്നത്? ഞാനൊരു 3 കൊല്ലത്തിന് മുമ്പ് നഴ്സായിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ആ സമയത്ത് തന്നെ മോഡലിംഗ് രംഗത്ത് സജീവമായിരുന്നു. 9-10 വർഷമായി മോഡലിംഗിൽ വന്നിട്ട്. അല്ല, ഈ നേഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലാണോ? കേരളത്തിന് പുറത്തായിരുന്നു? കുവൈറ്റിലായിരുന്നു. അവിടുന്ന് ആ ജോലി ഉപേക്ഷിച്ചിട്ടാണ് മോഡലിംഗിലേക്ക് കടന്നത്. അതെ. ഈ നമ്മുടെ നേഴ്സായിട്ട് ഇരിക്കുന്ന സമയത്ത് മോഡലിംഗ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, എങ്ങനെയായിരുന്നു ആ സമയത്തുള്ള ഷൂട്ടൊക്കെ? എങ്ങനെയായിരുന്നു നാട്ടിൽ വരുമ്പോൾ ഉള്ള ഷൂട്ടുള്ളൂ, അല്ലാതെ ദുബായിൽ വെച്ചുള്ള അല്ലെങ്കിൽ കുവൈറ്റിൽ വെച്ചുള്ള ഷൂട്ട്? ദുബായ് എന്ന് പറഞ്ഞ സ്ഥലം കണ്ടിട്ട് പോലും ഇല്ല. അപ്പൊ ദുബായ് എന്നൊരു മാത്രം മെൻഷൻ ചെയ്യണ്ട. ഞാൻ ദുബായ് കണ്ടിട്ടില്ല. നല്ല കാര്യം. കുവൈറ്റിലല്ലേ ഉണ്ടായിരുന്നേ? അതെ. കുവൈറ്റിൽ അന്നേരം ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഞങ്ങള് ഫോണിൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തെന്നല്ലാതെ അങ്ങനെ അവിടെ വെച്ചിട്ട് അങ്ങനെ ഒരു ഇതൊന്നുമില്ല. ജോലി ഉറക്കം ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ഒരു മോഡലിംഗ് സജീവമായിട്ട് നമ്മളൊരു ഫോട്ടോസ് ഫേസ്ബുക്കിൽ ഇടണം എന്നുള്ളത് വെച്ചുകൊണ്ട് നമ്മൾ ഓരോ പിക്ചർ ആൾക്കാർ സുഹൃത്തുക്കൾ ആരെങ്കിലും എടുക്കുമ്പോൾ ഞാനത് അപ്ലോഡ് ചെയ്യുന്നതല്ലാതെ അങ്ങനെ എല്ലാവരും ചെയ്യാറില്ല. ഇപ്പോൾ ഈ നേഴ്സിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മോഡലിങ്ങിലേക്ക് തിരിയാം എന്നുള്ളൊരു ചിന്ത വന്നതെന്ന് പറഞ്ഞു. അതെന്താ പെട്ടെന്ന് അങ്ങനെ ഒരു ചിന്ത വരാനായിട്ട്? പഠിക്കുന്ന സമയം മുതലേ എനിക്ക് മോഡലിങ്ങിലല്ല ബ്യൂട്ടീഷ്യൻ ആകണം എന്നായിരുന്നു ആഗ്രഹം. അത് കഴിഞ്ഞിപ്പം എന്താ പറയുക, ഒരു നോർമൽ കുടുംബത്തിലെ അച്ഛനും അമ്മയ്ക്കും മക്കളെ ഇന്നത് പഠിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം കാണുമല്ലോ. അപ്പോൾ എന്നോട് നഴ്സിംഗ് പഠിക്കാൻ പറഞ്ഞു. ഞാൻ പഠിച്ചു, ജോലി കഴിഞ്ഞു, കാര്യങ്ങൾ കഴിഞ്ഞു. എൻ്റെതായ രീതിയിൽ എനിക്കൊരിത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മോഡലിംഗ് രംഗം സജീവമാക്കി മുൻപോട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ബ്യൂട്ടീഷ്യനെ കുറിച്ചൊന്നും ആലോചിച്ചിട്ടൊന്നുമില്ലേ? മുഖം കണ്ടു കഴിഞ്ഞാൽ പറയത്തില്ലല്ലോ. അല്ല, ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല. ആഗ്രഹത്തിന്റെ അല്ല, ഞാനിപ്പം വന്നിട്ട് പുട്ടിയിട്ടിട്ടുണ്ടോ? ലിപ്സ്റ്റിക്ക് മാത്രം, പിന്നെ കണ്ണു എഴുതും. അല്ലാതെ ഇഷ്ടമില്ലെന്നല്ല. ബ്യൂട്ടി പാർലറിൽ പോകാറുണ്ട്, പെഡിക്യൂർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട്. പക്ഷേ എന്താ പറയുക, നോർമൽ ആ ഒരു രീതിയിൽ പോകാനാണ് എനിക്കിപ്പോൾ ഇഷ്ടം. മേക്കപ്പിനോട് ഒത്തിരി ഞാൻ അങ്ങനെ പൊതുവേ കൂടുതൽ മേക്കപ്പ് ചെയ്യാറില്ല. ഈ ഷൂട്ടിന്റെ സമയത്തുള്ള മേക്കപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? അത് മേക്കപ്പ് ആർട്ടിസ്റ്റ് വരുന്നു, ചെയ്യുന്നു, അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ 9 വർഷമായി ഈ ഒരു മോഡലിംഗ് രംഗത്തേക്ക് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഗൗരിയെ കൂടുതലായിട്ടും തിരിച്ചറിഞ്ഞു തുടങ്ങിയത് ഒരു 3-4 കൊല്ലം ആയുള്ളൂ എന്ന് തോന്നുന്നു അല്ലേ? 4 കൊല്ലമല്ല, മഹാദേവൻ തമ്പിച്ചേട്ടന്റെ ഫോട്ടോ അത് 4 കൊല്ലം ആയുള്ളൂ. അത് കഴിഞ്ഞ് മീൻ വെട്ടുന്ന ഫോട്ടോ ഉണ്ട്, അതിന് മുൻപാണ്
പക്ഷെ ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങി. അല്ലല്ല, അത് ചെയ്യുമ്പം ഞാൻ ഫേസ്ബുക്കിൽ നമ്മുടെ പ്രശാന്ത് ബാലചന്ദ്രൻ എടുത്തൊരു ഫോട്ടോ ഉണ്ട്. മീൻ വെട്ടുന്നൊരു മീനല്ല, വെട്ടുകത്തിയും പിടിച്ചിട്ട് നമ്മുടെ ഒരു വിറക് കൊള്ളി ഇതായിട്ട് വെട്ടാനായിട്ട് ഇരിക്കുന്നത്. എക്സ്ട്രാ സക്രിയ എടുത്ത ഒരു മീൻ വെട്ടുന്ന പിക്ചർ. അതൊക്കെ വീഡിയോ ഉണ്ടായിരുന്നല്ലോ, മീൻ വെട്ടുന്ന ആ പിക്ചറാണ് ഫസ്റ്റ് വൈറലായതെന്ന് പറയണത്. അത് കഴിഞ്ഞിട്ടാണ് പ്രശാന്ത് ഏട്ടനൊക്കെ എടുത്ത പിക്ചേഴ്സ് വൈറലായത്. കാരണം എക്സ്റേ ആണ് ഫസ്റ്റ് എടുത്ത പിക്ചർ വൈറലായി. അങ്ങനെയാണ് നമ്മൾ പബ്ലിക്കിലേക്ക് വരുന്നത്. മഹാദേവൻ തമ്പി എടുത്ത പിക്ചർ എന്ന് പറയുന്നത് അത് മീഡിയകളെല്ലാം ഏറ്റെടുത്ത്, ഞാനതാണ് കൂടുതലും ശ്രദ്ധിച്ചത്. പക്ഷേ മീൻ വെട്ടുന്ന പിക്ചറും ഈ വെട്ടുകത്തി പിടിച്ചുകൊണ്ടിരിക്കുന്ന പിക്ചറുമാണ് ഫസ്റ്റ് ഹെവി ആയിട്ട് വന്നത്. അത് കഴിഞ്ഞിട്ടാണ് മഹാദേവൻ തമ്പി എന്നെ ഷൂട്ടിന് വിളിക്കുന്നത്. ആ സമയത്ത് അവരൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഷൂട്ട് നടക്കുമ്പോഴത്തേനും എങ്ങനെയായിരുന്നു പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു കണ്ടന്റ് അവർ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ഇത് വന്നു കഴിഞ്ഞപ്പോൾ ലെസ്ബിയൻ ഇതാണല്ലോ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ഇത് ചെയ്യുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ അതെന്റെ ലൈഫിൽ ആദ്യമായിട്ടായിരുന്നു ആ ഒരു കോൺസെപ്റ്റ് എടുക്കുന്നത് തന്നെ. പക്ഷെ എടുത്തു കഴിഞ്ഞപ്പം എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നി, ഞാൻ ചെയ്തു. പക്ഷെ ഞാൻ അത്രയും ആ ഫോട്ടോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഞാൻ അത്രയും ഇതായിട്ട് എന്താ പറയുക, നല്ല ഇതായിട്ട് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ആൾക്കാർ പിക്ചർ ഇഷ്ടപ്പെട്ടു, അതിൽ കൊള്ളാം എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ അങ്ങ് പൊതുവെ അങ്ങ് ഇഷ്ടപ്പെട്ട് ആൾക്കാരിലേക്ക് കയറുകയായിരുന്നു ആ പിക്ചർ. ഇപ്പോൾ ഫോട്ടോസ് എടുത്ത് തുടങ്ങുന്ന സമയത്ത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു. ആ കമ്പനിയിൽ അർദ്ധനഗ്നയായിട്ടും നഗ്നയായിട്ടുള്ള കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു രീതികൾ? കാരണം ദുബായ് കുവൈറ്റിൽ നിന്ന് വന്നിട്ട് ഉള്ള ഫോട്ടോഷൂട്ട് കുവൈറ്റിൽ നിന്ന് വന്ന് നിന്നിട്ട് ഞാനൊരു 6 മാസം ചെറിയ ആരോഗ്യ പ്രശ്നമൊക്കെ ആയിട്ട് നിന്ന സമയത്ത് എന്ത് പറ്റി അതിനെക്കുറിച്ച് പറയാൻ താല്പര്യപ്പെടുന്നില്ല. ഓക്കെ, നാട്ടിൽ വന്ന് നിന്ന സമയത്ത് നമുക്കൊരു ഫേസ്ബുക്കിൽ നമ്മൾ ചെറിയ ഒരു രീതിയിൽ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഒരു ഇതിൽ നിന്നിട്ടുള്ളൊരു പിക്ചറായിരുന്നു. അതിൽ കൂടി എനിക്കൊരു മൂവി വേഷം ചെയ്യാനൊരു അവസരം കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞു വേറെ 2-3 ഫോട്ടോഗ്രാഫേഴ്സ് നമുക്ക് വർക്ക് തന്നു. നമ്മൾ അവരുടെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് പിക്ചേഴ്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പം അവരുടേതായ നമ്മുടെ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയയിൽ നമ്മൾ പിക്ചർ ഇടുമ്പോൾ പിക്ചർ കണ്ടിട്ട് ഒരു വ്യക്തി ഇതുപോലെ ചോദിച്ചു, ഇന്നതുപോലെ കമ്പനിക്ക് ഇന്ന മോഡലാവാൻ പറ്റുമോ. അന്ന് ഞാനൊരു ആളാണ്, എൻ്റെ പിക്ചർ നോക്കി കഴിയുമ്പോൾ അറിയാം. അപ്പം നമ്മുടെ മധുരനാരങ്ങയിലെ രതീഷേട്ടൻ്റെ മകളുടെ ആ ഒരു ഫേസ് കട്ടും പിന്നെ പല്ലിൽ കമ്പിയും ഇതേ ഹെയർ സ്റ്റൈലും ഒക്കെ ആയിരുന്നു അന്നത്തെ. ആ പിക്ചർ എടുത്ത് വെച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാവും. അപ്പം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് രതീഷിൻ്റെ മകളാണോ എന്നുള്ളത് ചോദ്യങ്ങൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം വേണമെങ്കിൽ ഇത് കണ്ടിട്ട് അടുത്ത വേറെ ട്രോളുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇന്റർനാഷണൽ ലെവലിൽ അത് കമ്പനിക്ക് നമ്മൾ വർക്ക് ചെയ്തു, ന്യൂഡായിട്ടും ചെയ്തു, സെമി ന്യൂഡായിട്ടും ചെയ്തു. നമ്മൾ നമ്മളുടേതായ രീതിയിൽ വർക്ക് ചെയ്തു. എഗ്രിമെൻറ്റോട് കൂടിയാണ് നമ്മൾ വർക്ക് ചെയ്തതെന്ന് പറയണത്. അത് നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ആ പിക്ചേഴ്സ് അപ്ലോഡ് ചെയ്യില്ല എന്നുള്ള പ്രൂഫ് മുഖേനയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ രേഖകളും കാര്യങ്ങളും നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അത് ഇന്ത്യയിലില്ല, പുറം രാജ്യങ്ങളിലെല്ലാം. പുറം രാജ്യങ്ങളിൽ ചിലപ്പോൾ നമ്മുടെ ഫേസ് പോവില്ലായിരിക്കാം, അവരുടെ ആരുടെയെങ്കിലും മോഡൽസിന്റെ ഫേസ് അവിടെ വരാം. കാരണം നമ്മുടെ ശരീരമായിരിക്കും വരുന്നു. അങ്ങനെയുള്ള ഒരു രീതിയിൽ ഇന്റർനാഷണൽ ലെവലിൽ നമുക്ക് പറയാമല്ലോ. ഞാൻ ഇന്റർനാഷണൽ ലെവലിൽ ചെയ്തു, അതിന്റെ എഗ്രിമെന്റും കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിന്റെ ഇതുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ നമ്മുടെ പിക്ചർ ഒരിടത്തും അവിടെ ചെയ്യുന്നതല്ല. അത് നമ്മുടെ കയ്യിലോട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇന്നതുപോലെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനോ ഉള്ള നമുക്ക് പെർമിഷൻ ഇല്ല. കാരണം അവർ നമുക്കൊരു എമൗണ്ട് തരുന്നതാണ്. ആ ഫോട്ടോസൊക്കെ ഗൗരിനെ കാണിക്കാൻ കാണിച്ചിട്ട് ഗൗരിയുടെ അപ്രൂവലോട് പിന്നെ അതെ നമുക്ക് ആ എഗ്രിമെന്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫോട്ടോഗ്രാഫ്സ് അവിടുന്ന് നിന്നാണ് വന്ന് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ അവർ അതിൻ്റെ എഗ്രിമെന്റും കാര്യങ്ങളും ചെയ്ത് അവരുടേതായ ഒരു ക്രൂ മെമ്പേഴ്സ് കാണും, അവരുമായിട്ടാണ് ചെയ്തിട്ട് പോകണമെന്ന്. ഓക്കെ, ഇപ്പോൾ ഗൗരി പറഞ്ഞല്ലോ ആ സമയത്ത് കുറേ സിനിമകളും ഓഫറുകളും കാര്യങ്ങളൊക്കെ വന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു രീതിയും കാര്യങ്ങളും? ഇങ്ങോട്ട് വന്നാണോ അതെയോ ഗൗരി അങ്ങോട്ട് അപ്രോച്ച് ചെയ്തതാണോ? ഞാൻ ആരോടും പോയിട്ട് എനിക്കൊരു അവസരം തായെന്നും പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു പിക്ചർ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിക്ചർ വെച്ചിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അന്ന് ഉമ്മർ ലുല്ലുവിനെ എല്ലാവരും ഏതോ ഒരു മൂവി ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ട്രോളുന്നൊരു സമയം ഉണ്ടായിരുന്നു. ഈ പുള്ളിയുടെ ആ പോസ്റ്റിൽ പോയിട്ട് ഞാൻ അടുക്കളക്കാരി ജാനുവിൻ്റെ ഒരു വേഷം എനിക്ക് തരുമോ എന്നും മാത്രം ഞാൻ പുള്ളിയുടെ ഒരു പ്രൊഫൈലിൽ കമൻ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് പേര് തന്നെ അവിടെയും വീണ്ടും ട്രോൾ ചെയ്യായിരുന്നു. അല്ലാതെ ഞാൻ ആരോടും എനിക്കൊരു അവസരം താന്നും പറഞ്ഞിട്ട് ഞാൻ പോയിട്ടില്ല. കാരണം ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ.
ഇങ്ങോട്ട് എല്ലാവരും അപ്രോച്ച് ചെയ്തുകൊണ്ടിരുന്നത്? ഇങ്ങോട്ട് അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വേഷങ്ങൾ, ഞാൻ വലിയ ഇതൊന്നും ആണെന്ന് ഞാൻ പറയില്ല, ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു. അതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ 13ാമത്തെ മൂവിയാണ് ഇപ്പം ചെയ്ത് കഴിഞ്ഞേക്കുന്നതെന്ന് പറയുന്നത്. മലയാളത്തിൽ സവാരി എന്ന് പറയുന്ന മൂവിയാണ്. ഫസ്റ്റ് നമുക്ക് പറയാൻ പറ്റിയ മൂവി എന്ന് പറയുന്നത് സവാരിയാണ്. നമ്മുടെ സുരാജേട്ടൻ മെയിൻ റോളിൽ വരുന്നൊരു മൂവിയാണ്. അതിൻ്റെ അകത്ത് ഗസ്റ്റ് റോളിലാണ് ഞാൻ വരുന്നത്, ഒരു ടീച്ചർ ക്യാരക്ടറായിട്ടാണ് വരുന്നത്. അതിൻ്റെ അകത്ത് എൻ്റെ പേര് ഗൗരി എന്നാണ്. അതെൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ചെറിയ ഒരു കുട്ടിപ്പിള്ളേരുടെ കൂട്ടത്തിൽ ഒരു ഫ്രീക്വൻസ് എന്ന് പറഞ്ഞൊരു മൂവി ട്രിവാൻഡ്രത്തുള്ള ഒരു ഡയറക്ടറിൻ്റെ കീഴിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മലയാളത്തിലും തമിഴിലുമായിട്ട്, തമിഴിലും ഒരെണ്ണം ചെയ്തു. അങ്ങനെ ടോട്ടൽ ഒരു 13 എണ്ണം. എല്ലാ പടവും ഇറങ്ങിയോ? ഷോർട്ട് ഫിലിം യൂട്യൂബിലുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യം എല്ലാം യൂട്യൂബിലും അമൃതയിലും ഒക്കെ ചാനലുകളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പതുക്കെ എല്ലാം വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ അടുത്ത കാലത്തായിട്ട് ഞാൻ അങ്ങനെ മൂവികളോ മറ്റുള്ള ഇതിലോട്ടോ പോവാറില്ല. റീൽസ് കാര്യങ്ങൾ, പിന്നെ എന്താ പറയുക, ഓരോ ബോട്ടിക്കുകൾ നമുക്ക് തരുന്ന കോസ്റ്റ്യൂമിന്റെ ഇന്നതായിട്ട് പോവുകയാണ്. അങ്ങനെ ഒരു ചെറിയ ഇതിലായിട്ട് പോകുന്നു. എന്നാലും അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകുന്നു. ഷൂട്ടും കാര്യങ്ങളൊക്കെ അത്രേ ഉള്ളൂ. പോകുന്നുണ്ട്. ഇപ്പോൾ ആദ്യമൊക്കെ നോർമൽ പിക്ചേഴ്സ് ആയിരുന്നു കൂടുതലും ഇടാറുള്ളത്. അപ്പോൾ വീട്ടിലേക്ക് വന്ന് വീട്ടുകാരൊക്കെ ഫോട്ടോസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ന്യൂഡ് ഫോട്ടോസ്, സെമി ന്യൂഡ് ഫോട്ടോസൊക്കെ ചെയ്യാൻ പോകുന്നു എന്ന് വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞു. എവിടെയെങ്കിലും എൻ്റെ ന്യൂഡ് ഫോട്ടോ കണ്ടിട്ടുണ്ടോ? ന്യൂഡ് ഫോട്ടോസ് ഞാൻ കണ്ടിട്ടില്ല. പകരം ആ കമ്പനിക്ക് വേണ്ടി ന്യൂഡ് ഫോട്ടോ ചെയ്തിട്ടുണ്ട്. ആ പിക്ചേഴ്സ് ഇവിടെ ഇറങ്ങിയിട്ടില്ല. പക്ഷെ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു എന്ന് വീട്ടുകാരുടെ അടുത്ത് വീട്ടുകാർക്ക്, അച്ഛന് അമ്മയ്ക്കും പൊതുവെ, അമ്മയ്ക്ക് ഫേസ്ബുക്കും എല്ലാം ഓൾറെഡി ഉണ്ട്. അമ്മ കാണാറുണ്ട്. അമ്മ കണ്ടിട്ട് അതിനെ കുറിച്ചിട്ട് എന്താ പറയുക, ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിമാരാണ്. അവരെനിക്ക് സപ്പോർട്ടാണ്. ഞങ്ങൾ 2 മക്കളാണ് ഓൾറെഡി ഉള്ളതെന്ന് പറയുന്നത്. ഞങ്ങൾ 2 പെൺമക്കളാണ്. അല്ലാതാണോ വേറൊരാളോ ഇല്ല. 2 മക്കൾ. പുള്ളിക്കാരത്തി ജോലി സംബന്ധമായി പുറത്താണ്. പിന്നെ ഞാൻ, പിന്നെ എൻ്റെ ഫാമിലിയിൽ കസിൻ ചേച്ചി ഉണ്ട്. പുള്ളിക്കാരത്തി എനിക്ക് ഫുൾ സപ്പോർട്ടാണ്. ചേച്ചിയുടെ വീട്ടിലാണ് ഞാൻ ഇടയ്ക്ക് നിന്നിട്ടുള്ളതെന്ന് പറയുന്നത്. പുള്ളിക്കാരത്തി ഫുൾ സപ്പോർട്ടാണ്. കാരണം ഈ ചേച്ചിമാർക്ക് 2 പേർക്കും ഞാൻ ഈ ഫോട്ടോസ് അയച്ചു കൊടുക്കും. കാരണം ഞാൻ ഒരു ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ബിക്കിനി ആണെങ്കിലും സെമി ന്യൂഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് അവരെ ഫസ്റ്റ് കാണിക്കും. ഓക്കെ, കൊള്ളാം എന്ന് പറയാറുണ്ട്. അതിൻ്റെ അകത്ത് ഇപ്പം എൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ വന്ന് ഒരുപാട് മോശ കമൻറ്റുകൾ ഇടുന്നുണ്ട്. മറ്റുള്ള രീതിയിൽ എവിടെയെങ്കിലും നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് മോശ കമൻറ്റ് ഇട്ടോളൂ എന്നുള്ളതേ ഞാൻ പറയാറുള്ളൂ. അതിനൊരു പ്രതികരണമായിട്ട് ഞാൻ പൊതുവെ പോവാറില്ല. അപ്പം ബിക്കിനി ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ സെമി ന്യൂഡ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വീട്ടുകാർ എനിക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഫുൾ സപ്പോർട്ടുണ്ട്. കാരണം ഞാൻ മോശമായ ഒരു രീതിയിലും പോകില്ലെന്ന് അവർക്കറിയാം. കാരണം ഞാൻ ചെയ്യുന്ന വർക്കുകൾ പൊതുവെ അവർ കാണാറുണ്ട്. കണ്ടിട്ട് അതിന് മറുപടി അവർ പറയാറുണ്ട്. ഇപ്പോൾ ഗൗരി ഇതുപോലെയുള്ള ഫോട്ടോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂഡായിട്ടുള്ളതും സെമി ന്യൂഡായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളെല്ലാവരും ഫോട്ടോസും കാണുന്നുണ്ട്. ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഈ ഫോട്ടോസൊക്കെ കണ്ടിട്ട് ഇപ്പോൾ അച്ഛൻ്റെ അടുത്താണെങ്കിലും അമ്മയുടെ അടുത്താണെങ്കിലും ചെന്ന് പറയില്ല, നിങ്ങളുടെ മോൾ എന്താണ് ഈ കാണിച്ചുകൊണ്ട് നടക്കുന്നത് എന്നുള്ളൊരു സംസാരം വരുമ്പോൾ അവരുടെ ഒരു പ്രതികരണമൊക്കെ എങ്ങനെയാണ്? അച്ഛൻ്റെ അടുത്ത് പൊതുവേ ഞങ്ങളുടെ നാട്ടിൽ 2-3 പേർക്ക് എന്താ പറയുക, സോഷ്യൽ മീഡിയ ഉണ്ട്. അച്ഛൻ അവരുമായിട്ട് കമ്പനിയാണ്. കാരണം ഒരു 2 പെഗൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കായിരിക്കും ഇവരിത് കാണിച്ചു കൊടുക്കുന്നത്. കാണിച്ചു കൊടുക്കും. കഴിഞ്ഞ ഇടയ്ക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതുപോലെ സംസാരിച്ച് കഴിഞ്ഞ് പാവം പിടിച്ച മനുഷ്യൻ ആശുപത്രിയിലായി. അച്ഛൻ ആശുപത്രിയിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത് മറുപടി ഇങ്ങോട്ട് ഇന്നത് കണ്ടു അല്ലെങ്കിൽ ഇന്ന ചോദ്യങ്ങൾ ചോദിക്കില്ല. മക്കളെ ഇന്നത് കണ്ടു എന്നുള്ളത് പറയില്ല. പുള്ളിയുടെ ഉള്ളിലത് കാണും. പുള്ളി അത് പുറത്തോട്ട് വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതായി മോശമായിട്ട് ഒരുപാട് ഇത് ചെയ്യുന്നവരൊന്നല്ല. ഓൾറെഡി തുണി ഇട്ടിട്ടുള്ള ഷൂട്ടുകളാണല്ലോ നമ്മൾ ചെയ്യാറുള്ളത്. അല്ലാതെ തുണിയില്ലാതെ ഒരച്ഛനോട് മറ്റൊരാൾ പോയിട്ട് പറയാനുള്ള വിധത്തിൽ ഞാനൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. പിന്നെ പുള്ളിക്ക് വയ്യാതിരിക്കുക ഒരു സാഹചര്യമാണ് ഇപ്പം എന്ന് പറയുന്നത്. അപ്പം പുള്ളി അതിനെക്കുറിച്ചൊന്നും മറ്റുള്ളവർ പറയുന്ന, ചേച്ചി തന്നെ വിളിച്ചിട്ട് പറയാറുണ്ട്, മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റില്ല. അപ്പം നമ്മളുടേതായ കാര്യങ്ങൾ നോക്കി നമുക്ക് മുൻപോട്ട് പോകുമ്പോഴല്ലേ അതിൻ്റേതായ ഒരു മൂല്യം നമുക്കുള്ളൂ. മറ്റുള്ളവർ പറയുമ്പം വീട്ടിൽ വേണമെങ്കിൽ വഴക്കുണ്ടാക്കാനായിരിക്കും. അച്ഛനും അമ്മയും പൊതുവേ ഇത് കാണുന്നു. അവരെ ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട് ഇത് കണ്ടോന്നും പറഞ്ഞിട്ട്. അപ്പം എനിക്ക് വലിയ ഒരു ഇതായിട്ട് അവർ സപ്പോർട്ടാണ്. കാരണം അച്ഛൻ പുറത്ത് സൗദിയിലായിരുന്ന ഒരാളാണ്. അപ്പോൾ അതിന് വലിയ ഇതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു തുണിയെ ഉടുത്തിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു ആളല്ല. അതിൻ്റെതായ ഒരു പക്വത പുള്ളിക്കുണ്ട്. പക്ഷെ കുറച്ച് കഴിച്ചു കഴിയുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം ഒരു സങ്കടം ഇങ്ങനെ വരുന്നൊരു ഇതാണ്. ഇപ്പം പുള്ളിക്ക് വയ്യാതിപ്പോൾ ഇരിക്കണം. അമ്മ എന്താ പറയുന്നത് ഫോട്ടോസൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേന്? അഭിപ്രായമൊക്കെ പറയാറുണ്ടോ? അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, വലിയ അഭിപ്രായം
പൊതുവേ ഇവരില്ല. ഫോട്ടോ കണ്ടിട്ട് പറയാറുണ്ട്, മുണ്ട് എടുത്തതിൻ്റെത് കണ്ടിട്ടുണ്ട്, റീല് കണ്ടു, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കണ്ടു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. ഫുൾ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ചേച്ചിമാരാണ്, അവർ കമ്പനിയാണ്. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഇപ്പോൾ ഗൗരി ചെയ്തിരിക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോട്ടോ അല്ലെങ്കിൽ റീൽ ഏതായിരിക്കും? ഞാൻ സാരി ഉടുക്കുന്നത് ഇഷ്ടമാണ്. ബിക്കിനിയിൽ ഞാൻ പറഞ്ഞല്ലോ, പൊതുവേ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടോ അവർക്കത് അയച്ചു കൊടുക്കാറുണ്ട് വാട്സപ്പിൽ. അവർ കണ്ടിട്ട് അത് കൊള്ളാമെന്ന് പറയാറുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഞാനൊരു ഫോട്ടോ നമ്മുടെ അമ്മച്ചി കൊട്ടാരം വാഗമണ്ണ് പോകുന്ന വഴിക്കുണ്ട്. അപ്പോൾ അവിടെ പോയി എടുത്ത പിന്നെ പുള്ളിക്കാരത്ത് കണ്ടിട്ട് ആ പിക്ചർ കണ്ടിട്ട് ആ സാരി ഇങ്ങനെ എനിക്ക് തന്നേക്കണേ എന്നാണ് ഫസ്റ്റ് മറുപടി പറഞ്ഞത്. കാരണം നമ്മൾ എടുക്കുന്ന എല്ലാം നല്ല ഇതായിട്ടാണ്. അപ്പം അത് കണ്ടു കഴിയുമ്പോൾ ഇഷ്ടക്കേട് ഒരാൾക്കും വരില്ല. കാരണം എന്തെങ്കിലും ഇച്ചിരി വയറോ അല്ലെങ്കിൽ ചെറുതായിട്ട് ക്ലീവേജോ വരും, അല്ലെങ്കിൽ കുറച്ച് കാലം, ഇത്രയേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ അകത്ത് ഫുൾ വൾഗാരിറ്റി ഉണ്ടോ എന്ന് പറയാനായിട്ട് ഞാനൊന്നും ചെയ്യണില്ല. പൊതുവെ ഈ ബിക്കിനി ഷൂട്ടുകളിലേക്ക് മാറാം, അല്ലെങ്കിൽ കുറച്ച് ക്ലീവേജ് കാണിക്കാം, കുറച്ച് വയറ് കാണിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ പൊതുവെ കാണുന്ന പോലെ കുറച്ച് ബുക്കൾ കാണിക്കാം, അങ്ങനെ ഒരു ഇതിലേക്ക് മാറിയത് എങ്ങനെയാണ്? ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. പൊതുവെ ഞാൻ നോക്കുമ്പോൾ ഇപ്പൊ ഈ വയറ് കണ്ടു, നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഈ വയറ് എനിക്കൊന്നും തോന്നുന്നില്ല. ക്ലീവേജ് കണ്ടു എന്ന് പറയണോ? അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഒന്നും തോന്നുന്നില്ലല്ലോ. അപ്പം മനുഷ്യർ പറയുന്നത് നമുക്ക് എന്താ, അവരുടെ വാ മൂടിക്കെട്ടാൻ പറ്റില്ല. ഈ സദാചാരം പറയുന്ന മനുഷ്യർ രാത്രി കാലങ്ങളിൽ വന്നിട്ട് നല്ല കമന്റുകളും നല്ല രീതിയിലും ഇതായി പോകുന്നവരാണ്. പകല് വന്നിട്ട് എൻ്റെ വീട്ടുകാർ കാണും, അല്ലെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ പോകുമെന്നും പറഞ്ഞിട്ട് അവർ മോശമായിട്ട് ഇടുന്നു. ഇത് ഇവൾക്ക് ആരും ഇല്ലേ ചോദിക്കാൻ, തന്തയും തള്ളയും ഇല്ലേ, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക കെട്ടിയവനില്ലേ, അല്ലെ കുടുംബമില്ലേ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. കാരണം സ്ത്രീകൾ കേൾക്കുന്ന ഒരുപാട് ഇതുണ്ട്. എല്ലാ പോസ്റ്റുകളുടെ അടിയിൽ നിങ്ങൾ പൊതുവെ ചെന്നിട്ട് നിങ്ങളൊരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് പൊതുവെ ചെന്നിട്ട് നോക്കുക, അതിൻ്റെ അകത്ത് എത്ര മാന്യന്മാരാണ് ഈ കമൻ്റ് ഇടുന്നതെന്നുള്ളത്. അതിൻ്റെ അകത്ത് പ്രൊഫൈലുകൾ കറക്റ്റ് വന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലവ് അല്ലെങ്കിൽ ആ സിംബിളം കൊടുത്തിട്ട് പോകുന്നു. അതിൻ്റെ അകത്ത് ഫേക്ക് ഐ ഡിയിൽ വന്നിട്ട് മറ്റൊരാളെ മോശമായിട്ട് പറയുന്നതിനോടോ അല്ലെങ്കിൽ പിക്ചർ കൊള്ളൂല, അല്ലെങ്കിൽ അവൾ മോശമാണ്, കിളവിയാണ്, തള്ളയാണ്, ഇങ്ങനെയുള്ള ഒരുപാടുണ്ട്. ഓരോരുത്തരും ഓരോരുത്തരുടേതായ രീതിയിൽ അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കണേ. നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്നിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. എൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കണത്. ഈ ഫേക്ക് ഐ ഡിന്നാണോ കൂടുതലും കമന്റ്സ്? ഫേക്ക് ഐ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫൈലില്ലേ വല്ല സിനിമാ നടന്മാരുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് വന്ന് അതിനകത്ത് ഒരു ഫോളോവർ ആയിരിക്കും ഉള്ളത്. താൽക്കാലികമായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ട് എന്നെ തെറി വിളിക്കാൻ വരുന്നവരുണ്ട്. കാരണം ഏതെങ്കിലും ആൾക്കാരുടെ ഇതായിരിക്കാം വന്നിട്ട് ഈ തെറി വിളിക്കുന്നതെന്ന് പറയുന്നത്. എനിക്ക് അങ്ങനെ ഒരുപാട് തെറിവിളികൾ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇട്ട ബിക്കിനി ഫോട്ടോസിനാണ് എനിക്ക് തെറിവിളി വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഞാൻ ബിക്കിനിയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ന്യൂഡായിട്ട് വന്നിട്ടില്ലല്ലോ, ബിക്കിനിയല്ലേ വന്നിട്ടുള്ളൂ, അല്ലാതെ ഫുൾ ന്യൂഡായിട്ടോ മറ്റുള്ള മോശമായ രീതിയിലോ ഒന്നും വന്നിട്ടില്ല. അപ്പം ഇതിനെക്കുറിച്ചിട്ട് എനിക്ക് എന്താ പറയുക, വെറുതെ തല പുകയേണ്ട ആവശ്യം വരണില്ല. അല്ല, ഈ ബിക്കിനി ഫോട്ടോഷൂട്ടിലേക്ക് മാറാന്ന് തീരുമാനിച്ചെങ്ങനെ? ബിക്കിനി നമുക്കിപ്പോൾ ഓരോ കമ്പനികൾ നമുക്ക് ബിക്കിനി കോസ്റ്റ്യൂം തരുന്നുണ്ട്. അപ്പം നമുക്ക് അതിനുള്ള പേയ്മെൻറ്റ് തരുന്നുണ്ട്. നമുക്ക് ഷൂട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അവർക്ക് അവരുടെ കടയിൽ വരുമ്പോൾ നമ്മൾ എന്താ പറയുക, അവരിത് കാണിക്കുമല്ലോ, അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഫോട്ടോസ് അവരെടുക്കുന്നുണ്ട്. അപ്പം മറ്റുള്ളവർ കൊണ്ടുപോയിട്ട് എൻ്റെ ഫോട്ടോസ് ദുരുപയോഗം ചെയ്യണ്ടെന്നും പറഞ്ഞിട്ടാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത്. കാരണം ഈ അടുത്ത കാലത്താണ് ഞാൻ ബിക്കിനിയുടെ പിക്ചേഴ്സ് അപ്ലോഡ് ഫേസ്ബുക്കിൽ ചെയ്യുന്നത്, അല്ലാതെ നേരത്തെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഏതെങ്കിലും രീതിയിലുള്ള ഒരു ദുരുപയോഗം നടന്നിട്ടുണ്ടോ? ദുരുപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പിക്ചർ നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ ഇൻസ്റ്റയിൽ കിടക്കുന്ന പിക്ചേഴ്സ് കൊണ്ടുപോയി അവർ പോസ്റ്റ് ചെയ്തിട്ട് മില്യൺ ആക്കിയിട്ട് അവർക്ക് ഫേസ്ബുക്ക് കാശ് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്താ, ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് മറ്റുള്ളവർ എന്തിനാണ് കാശുണ്ടാക്കുന്നത്? കാരണം ഞാൻ എടുത്ത വർക്കല്ലേ. അപ്പം കാണേണ്ടവർ കാണട്ടെ, കാണേണ്ടാത്തവർ കാണാതിരുന്നാൽ പോരെ, അത്രേ ഉള്ളൂ. ഇപ്പം ഈ അങ്ങനെ ഓരോ കമൻസ് സാധനങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ചിലപ്പോൾ ഒരാളായിരിക്കും അതിൻ്റെ അകത്ത് ഫോളോവറായിട്ട് ഉണ്ടാവണമെന്ന് പറഞ്ഞു. അത് ആർക്കെങ്കിലും ഗൗരിയോടുള്ള ഒരു ദേഷ്യം കൊണ്ടാണ് ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട്? ദേഷ്യം കൊണ്ട് ഒരിക്കലും വരില്ല. എന്താ പറയാ, കിട്ടാത്ത മുന്തിരി ഇച്ചിരി പുളിക്കൂന്ന് പറയില്ലേ, അതാ മെസ്സഞ്ചർ. ഓൾറെഡി എൻ്റെ മെസ്സഞ്ചർ എടുത്ത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ആ മെസ്സഞ്ചറിൽ വരുന്ന കമന്റുകൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് മെസ്സഞ്ചറിൽ വരുന്നത്. ഒന്ന് കിട്ടുമോ, വീഡിയോ കോൾ സർവീസ് ഉണ്ടാ, പിന്നെ പേയ്മെന്റ് തരാം, ഒന്ന് വരാമോ മീറ്റപ്പിന് എറണാകുളത്ത്, ഞാൻ ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട്, ഗൗരി ചോദിക്കുന്ന എമൗണ്ട് തരാം. കാരണം ഞാൻ പറയുന്നത് എനിക്കൊരു ഇതുണ്ടല്ലോ എൻ്റെ ഇതിന്. ഇപ്പം നമ്മളുടെ ശരീരമാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ മോന്തയാണെങ്കിലും ഇപ്പം ഈ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ മറുപടി. അപ്പോൾ അടുത്ത ചോദ്യം കമന്റ് വരുന്നത് എന്തായിരിക്കും, ഇവളുടെ ഈ കുരങ്ങുമോന്ത കണ്ടിട്ടാണോ ഇവന്മാർ ചോദിക്കുന്നതെന്ന് ചോദിക്കും. പക്ഷേ അതിൻ്റെ അകത്ത് വരുന്ന കമന്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഭൂരിഭാഗം ആൾക്കാർക്ക് മനസ്സിലാവും ഇത് ഫേക്ക് ഐ ഡി ആണ്. രണ്ടാമത് ചില ആൾക്കാർ ഫോൺ നമ്പറിന് വേണ്ടിയിട്ട് ഗൗരിക്ക് എന്ത് വേണേലും ചെയ്യാം എന്നും പറഞ്ഞിട്ട് നിൽക്കുന്ന മനുഷ്യരുണ്ട്. പക്ഷെ അതിനെ നമുക്ക് എന്താ പറയുക,
ഓരോ ആൾക്കാരുടെ കാഴ്ചപ്പാടുകളല്ലേ, ആ കാഴ്ചപ്പാടുകളെ നമുക്ക് ഒരിക്കലും മാറ്റാനായിട്ട് പറ്റില്ല. ഈ ഗൗരി ഇതിനൊക്കെ മറുപടിയും കൊടുക്കാറുണ്ടോ? ഒരാൾക്കും ഞാൻ മറുപടി കൊടുക്കാറില്ല. എല്ലാ മെസ്സേജുകളും റീഡ് ചെയ്യും. നമ്മുടെ ഫേസ്ബുക്കിൻ്റെ മെസ്സഞ്ചറിലാകുമ്പം എൻ്റെ പേജിലാണ്, എൻ്റെ പ്രൊഫൈലിലല്ല. എൻ്റെ പ്രൊഫൈലിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും എന്നെ അറിയാവുന്നതാണ്. കാരണം വർഷങ്ങളായിട്ടുള്ളതാണ്. കുറച്ചടുത്താണ് നമ്മൾ പേജ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ആ പേജിൽ വരുന്ന മെസ്സഞ്ചർ ഉണ്ട് ഓൾറെഡി. അതിൽ ഫുള്ളെന്ന് പറഞ്ഞാൽ പല ആൾക്കാരാണ്, പല വിധമാണ്. അവരുടെ സംസാരവും അല്ലെങ്കിൽ അവരുടെ സംസ്കാരവും അതേപോലെയാണ്. ഇപ്പം ഞാൻ ഇത് പറയുമ്പോൾ എന്നെ ട്രോളാൻ ഇനി ഒരുപാട് ആൾക്കാർ കാണും. പക്ഷേ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ അകത്ത് നല്ലതും വരുന്നുണ്ട്, ചീത്തയും വരുന്നുണ്ട്, ഒരുപാട് മോശം വരുന്നുണ്ട്. ഇപ്പോൾ ഗൗരി തന്നെ പറയണ്ടായി, ഇവിടെ ഈ മോന്ത കണ്ടോ, ഇവിടെ ഈ ആറ്റിറ്റ്യൂഡ് കണ്ടോ, അല്ലെങ്കിൽ ഇവിടെ ശരീരം കണ്ടോ എന്ന് പറഞ്ഞു. ശരിക്കും ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അമ്മച്ചിയാണോ അതെയോ? അതെ അതെ, എന്താണെന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. ഞാൻ എന്താ പറയുക, എനിക്കിപ്പോൾ ഞാൻ പറയും എൻ്റെ വയസ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എനിക്കൊരു 60, 67, 70 വയസ്സുണ്ടെന്ന് പറയും. ഓക്കെ, പക്ഷെ അത്രയൊന്നും ഇല്ല. ശരീരം കണ്ടിട്ട് ചിലർക്ക് തോന്നുന്നൊരിതാണ്. പിന്നെ രണ്ടാമതൊരു കാര്യം, പല്ലിൽ കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഒന്നും കൂടി എനിക്ക് കമ്പി ഇടാൻ പറ്റില്ല. കാരണം മോണയ്ക്ക് ചെറിയ പ്രശ്നം, മോണയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലിന് ചെറിയൊരു പ്രശ്നം ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എന്താ പറയുക, ഒരു ആക്സിഡൻറ്റ് ഉണ്ടായതായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് സ്ട്രെയിൻ ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് മൈഗ്രെയിനും ഉണ്ട്. അപ്പോൾ എനിക്ക് കമ്പി കൂടുതൽ ഇടാൻ പറ്റില്ല. അപ്പോൾ ഈ കുരങ്ങിൻ്റെ പല്ല്, പിന്നെ ഇവിടെ മോന്ത കണ്ടു കഴിഞ്ഞാൽ വെള്ളം കുടിക്കില്ല, താഴോട്ടൊക്കെ ഭംഗിയുണ്ട്, ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾ എന്നെ ട്രോളിക്കോളൂ, പിന്നെ മോശം കമൻറ്റ് ഇട്ടോളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതൊന്നും ബാധകമല്ല. കാരണം ആരെന്ത് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെവി കൂടെ കേട്ട് ഒരു ചെവി കൂടെ കളയുക എന്നുള്ളതാണ് എൻ്റെ പോളിസി എന്ന് പറയുന്നത്. കാരണം എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് ഞാൻ നല്ലതാണെന്നുള്ളത്. എൻ്റെ മനസ്സിനെ ബോധിപ്പിച്ചാൽ മതി, മറ്റുള്ളവരെ എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യം വരണില്ല. ഇപ്പോൾ ഗൗരി ആദ്യം ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അതിൽ ആദ്യം വരുന്ന കമൻറ്റ് എന്തായിരിക്കും? കൊള്ളാം, സൂപ്പർ, വട, അതാണ് ആദ്യം വരുന്നത്. വട അതൊന്ന് കാണിക്കോ, ഈ വട കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ ഓ ഇന്ന് വട കണ്ടില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. ഗൗരി ആദ്യം തുടങ്ങിയ സമയത്താണെങ്കിലും ഈ വട കാണിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോസ് ഇട്ടുകൊണ്ടാണല്ലോ തുടങ്ങിയത് ആദ്യ സമയങ്ങളിൽ. പിന്നെ അവിടെ നിന്നാണല്ലോ സമയങ്ങളിൽ അങ്ങനെയല്ല, മുണ്ടും ബ്ലൗസും. അപ്പൊ എനിക്ക് തോന്നി എൻ്റെ വയർ എനിക്കൊരു ഭംഗിയായിട്ട് തോന്നി. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എൻ്റെ ശരീരത്തിൽ മേക്കപ്പ് ചെയ്യാതെ വരുമ്പോൾ എനിക്കതൊരു ഭംഗിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മേക്കപ്പ് ചെയ്ത് വരുമ്പോൾ ഞാൻ വേറൊരു വ്യക്തിയാണ്. അപ്പോൾ എനിക്കെപ്പോഴും എൻ്റെ ഇപ്പം കൈയായാലും കാലായാലും വയറായാലും അതെൻ്റെ അവയവമാണ്. അതെനിക്ക് ഭംഗി തോന്നുന്നത് പൊതുവെ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ക്ലീവേജ് കാണിച്ച അല്ലെങ്കിൽ ഒരുപാട് ശരീരാവയവങ്ങൾ കാണിക്കൽ എനിക്ക് മുണ്ടും ബ്ലൗസും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ എവിടെയെങ്കിലും എടുക്കുന്ന ഒരു പിക്ചറാണെങ്കിൽ പോസ്റ്റ് ചെയ്യും. ഈ വട കാണിച്ചുകൊണ്ടിരുന്നോണ്ടാണ് വടയക്ഷി എന്നും പറഞ്ഞ് ആൾക്കാർ അത് നമ്മുടെ മലയാളികൾ കുറെ ആൾക്കാര് അത് ഇപ്പൊ നമുക്കതൊരു എന്താ പറയുക, ഒരു ഗ്രൂപ്പിലാണ് ഈ പിക്ചർ ആദ്യം ട്രോളുമായിട്ട് വന്നത്. വടയുടെ ഭാഗം, എൻ്റെ മോന്ത, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു വെട്ടുകത്തിയും വെച്ചിട്ടുള്ള ഒരു പിക്ചർ, ഇതായിരുന്നു ആ പിക്ചർ. വടയക്ഷി എന്നും പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് എന്തോ ഉഴുന്നുവടയോ വടയക്ഷയോ ഇങ്ങനെയുള്ളൊരു ഇത് വന്നു. അപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. ഈ ഷോർട്ട് ഫിലിമിലും പുള്ളി അതിൻ്റെ ഇട്ടിരുന്ന പേര് വടയക്ഷി എന്നാണ്. അപ്പോൾ ഇതും കൂടി ആയപ്പോഴത്തേക്ക് ടോട്ടലി ഇല്ല, മീൻ വെട്ടുന്ന പിക്ചറും എക്സ്ട്രാ സക്രിയൊക്കെ എടുത്ത പിക്ചറുകൾ ക്രോപ്പ് ചെയ്ത് വയറിൻ്റെ ഭാഗം മാത്രമായിട്ട് ക്രോപ്പ് ചെയ്ത് ഉഴുന്നുവട എന്നും പറഞ്ഞിട്ട് വടയക്ഷി എന്നും പറഞ്ഞിട്ട് ട്രോളാൻ തുടങ്ങി. അപ്പോൾ ആൾക്കാരിട്ടു. അപ്പോൾ എൻ്റെ വയറ് കാണുന്നതുകൊണ്ട് എൻ്റെ വയറിന് ഭംഗി ഇച്ചിരി കൂടുതലുണ്ടായിരിക്കാം, എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, പൊതുവെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു, ആൾക്കാർ വടയക്ഷി എന്ന് വിളിക്കുന്ന. അതിനിപ്പം എനിക്ക് യാതൊരു പ്രശ്നമില്ല. അതിന് ഞാൻ ആരെയും പോയിട്ടൊരു മോശം കമന്റ്, ഒരു ചിരി മാത്രമായിട്ടാണ് അതവിടെ പോകാറുള്ളത്. ഇപ്പൊ ഈ ഗൗരി ഇതുപോലെ തന്നെ വടയക്ഷി എന്നും പറഞ്ഞ് പൊക്കിളും കാണിച്ചെല്ലാം പൊതുവെ കാണിക്കാറില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ബ്ലൗസ് ഇഷ്ടമാണ്, മുണ്ട് ഇഷ്ടമാണ്. അപ്പൊ എൻ്റെ വയർ അവിടെ കാണുന്നത് എനിക്കൊരു പോരായ്മയല്ല, പൊതുവെ അത്രേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേനും ആൾക്കാർ എന്നോട് ഇന്ന് വരെ ഒരു മനുഷ്യരും മോശമായിട്ട് പറഞ്ഞിട്ടില്ല ഗൗരി ചേച്ചി ഒരു ഫോട്ടോ എടുക്കണം എന്നല്ലാതെ അയ്യേ ഇവളോ എന്നുള്ളൊരു ചോദ്യം വന്നിട്ടില്ല. ഫോട്ടോസ് സെൽഫി എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഞാനാണ് പറയണത് മക്കളെ വന്നു എടുത്തു. ചിലരോട് പറയാറുണ്ട്, എനിക്കിപ്പോൾ ഇഷ്ടപ്പെടാത്തൊരു രീതി ഉണ്ടല്ലോ, നമ്മുടെ കാഴ്ചപ്പാട് ഇപ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് നിൽക്കുമ്പോൾ ഞാനല്ല എന്നുള്ളത് പറഞ്ഞ് ഒഴിഞ്ഞു മാറാറുണ്ട്. കാരണം നമുക്ക് പബ്ലിസിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മീൻ വെട്ടുന്ന പിക്ചറും പിന്നെ മറ്റുള്ള ലെസ്ബിയൻ്റെ ആ ഷൂട്ട് കാര്യങ്ങളും എല്ലാം എടുത്തപ്പോഴാണ് നമ്മൾ പബ്ലിക്കിലേക്ക് ഇറങ്ങുന്നതെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരുടെയും മുൻപിൽ ചെന്നിട്ട് ഞാൻ ഗൗരിയാണെന്നും പറഞ്ഞിട്ട് നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പോൾ ഗൗരി പറയണ്ടായി, എൻ്റെ മുണ്ട് ഷർട്ടും മുണ്ടും ബ്ലൗസും ഉള്ള ഫോട്ടോസാണ് ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്.
അതുപോലെ തന്നെയാണ് നൈറ്റി ഇട്ടുകൊണ്ടുള്ള ഫോട്ടോസ് ഉണ്ട്. നൈറ്റി ഇട്ടുകൊണ്ടുള്ള ഫോട്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ഫോട്ടോസ് എന്നല്ല, നൈറ്റി ഇട്ടിട്ട് നമ്മൾ നോർമൽ രീതിയിലല്ല നൈറ്റി എടുത്ത് വരുന്നത്. കാരണം നൈറ്റി ഇട്ടിട്ട് ആ നൈറ്റി പൊക്കിയിട്ടൊക്കെ ഉള്ളൊരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതൊരു എക്സ്പോഷന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് കാലം മാറി, നമ്മളും മാറണ്ടേ. അപ്പം നമ്മളൊരു കാട്ടിപ്പോയി ഒരു ഉറുമ്പ് കടിച്ചു കഴിഞ്ഞാല് പൊക്കി എന്തായാലും ഉറുമ്പിനെ എടുത്ത് കളയില്ലേ, അതേ ഞാനും ചെയ്തിട്ടുള്ളൂ. ഈ മുണ്ടെടുത്ത് കഴിഞ്ഞാലും നൈറ്റി ഇട്ട് കഴിഞ്ഞാലും എല്ലാം ആ ഉറുമ്പിനെ എടുത്ത് കളയുന്ന ശീലമാണോ? മുണ്ടെടുക്കുമ്പോ എന്തായാലും ഉറുമ്പ് കടിച്ചാൽ, ഇപ്പൊ ഇവിടെ നിന്ന് നമ്മളെ ഉറുമ്പ് കടിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇങ്ങനെ ഒന്ന് പൊക്കേണ്ടി വരില്ലേ, സ്വാഭാവികമല്ലേ ഇത്. അത്രേ ഉള്ളൂ. ആ ഒരു കൺസെപ്റ്റോട് കൂടിയാണ് പോകുന്നത്. ഓരോ ഉറുമ്പിനെ എടുത്ത് കളയാൻ വേണ്ടി ഉറുമ്പിന്റെ ഒരു തീം ഇത്രയും ചെയ്തിട്ടുള്ളൂ. അത്രയും ചെയ്തിട്ടുള്ളൂ. ഉറുമ്പിനെ എടുത്ത് കളയാൻ വേണ്ടി ചെയ്താണ്. ഉറുമ്പിനെ എടുത്ത് കളയാൻ ചെയ്തതാണ്. ഉറുമ്പ് ഉദ്ദേഹത്ത് കയറിയപ്പോ ഞാൻ എടുത്ത് കളഞ്ഞു, അപ്പത്തേക്കൊന്നും പൊക്കേണ്ടി. അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ നമ്മുടെ കേരളത്തിലാണെങ്കിലും സദാചാരവാദികൾ ഒരുപാടുള്ള നാടാണ് നമ്മുടെ കേരളത്തിൽ. സദാചാരം പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പറയേണ്ടി വരും. എന്തൊക്കെയാണ് പറയാനുള്ളത്? കാരണം അതിലേക്ക് പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ല, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൗരി ഇതുപോലൊരു കണ്ടന്റ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കണ്ടന്റ് ഞാൻ ചോദിക്കുന്നത്, എൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ വാഗമൺ പോകുന്ന സൈഡില് ഷൂട്ട് ചെയ്തതാണ്. അജ്മൽ ഫോട്ടോഗ്രാഫിയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ബാക്കിൽ ഒരു അപ്പച്ചൻ വരുന്നുണ്ട്. അപ്പച്ചൻ ചുമടുമായിട്ട് വരുന്നതാണ്. അപ്പം ജസ്റ്റ് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒന്നാക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു അഡ്വക്കേറ്റ് യൂട്യൂബിലെടുത്ത് ഇതിനെ വിപരീതമായിട്ട് കമൻ്റ് അല്ല, പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ട് ട്രോൾ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഇത്രയും ഒന്ന് ഇങ്ങനെ കാണിപ്പിച്ചപ്പോഴത്തേക്ക് അപ്പച്ചൻ അതിൻ്റെ അകത്തുനിന്ന് ഉണ്ടാക്കുന്ന, ഈ അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ആൾ അതിൻ്റെ അകത്തുനിന്ന് ഉണ്ടാക്കുന്നത് കാശല്ലേ. ഇപ്പൊ എന്റെ ഫോട്ടോ കൊടുത്തിട്ട് അയാൾക്ക് ഉണ്ടാക്കേണ്ട കാര്യമുണ്ട്? അയാളുടെ വീട്ടിലിരിക്കുന്ന ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ചെയ്യിപ്പിച്ചാൽ പോരെ? ചോദിക്കുന്നത് നമ്മൾ വേറൊന്നുമല്ല. കാരണം ഞാൻ ആ സാരി താഴോട്ട് പോയപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്തതാണ്. കാരണം ആ റീല് ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരുപാട് മോശമായിട്ടുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഞാൻ മോശമായിട്ട് അതിൻ്റെ അകത്തൊന്നും ചെയ്തിട്ടുമില്ല. ഈ അപ്പച്ചൻ ബാക്കിൽ വരുന്നതേ ഉള്ളൂ. അന്നേരം അവിടുത്തെ നാട്ടുകാരെന്നെ അടിക്കാൻ വന്നു എന്നും പറഞ്ഞിട്ടാണ് യൂട്യൂബിൽ പുള്ളി കൊണ്ടിട്ടേക്കണേന്ന് പറയുന്നത്. അപ്പം എന്തിനാണ് ഈ സദാചാരം പറയണത്? എൻ്റെ വീഡിയോ കൊണ്ടുവിട്ടിട്ട് അയാൾക്ക് അതിൽ വ്യൂവേഴ്സ് ഉണ്ടാക്കി അയാൾക്ക് അതിൻ്റെ അകത്തുനിന്ന് വരുമാനം ഉണ്ടാക്കുന്നില്ലേ? അതാണ്. വേറെ എന്തെങ്കിലും സദാചാരം ഇതുപോലെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? സദാചാരം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എനിക്ക് പറ്റുന്ന രീതിയിലാണെങ്കിൽ അറിയാവുന്നവരോട് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ട് ഞാൻ പറയാം, വീഡിയോ റിമൂവ് ചെയ്യാൻ പറയും. അതിൻ്റെ അകത്ത് ഇപ്പൊ എത്ര ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അത്രയും വെളുപ്പാങ്കാലത്ത് പോയി എഫേർട്ട് എടുത്തിട്ടായിരിക്കും നമ്മുടെ ഒരു വീഡിയോ വൈറലാവുന്നതെന്ന് പറയുന്നത്. വൈറലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതല്ല, നമ്മൾ കണ്ടന്റ് എടുത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണല്ലോ. അപ്പം നമ്മുടെ കഷ്ടപ്പാട്, ഇപ്പം നിങ്ങൾ എനിക്കൊരു ഇന്റർവ്യൂ എടുക്കാൻ വരുന്നത്, നിങ്ങൾക്ക് പേയ്മെന്റ് തന്ന് ട്രാവലും ചെയ്യാനുള്ള ഇതും തന്നിട്ടല്ലേ നിങ്ങൾ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വെറുതെ വന്നിട്ട് ഗൗരിയുടെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ട് നിങ്ങൾ പോകാൻ താല്പര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതേപോലെ ഞങ്ങൾ പോയി എടുത്തതാണ്. ഈ യൂട്യൂബിലാണെങ്കിലും ഇപ്പം എനിക്ക് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ 4000 സബ്സ്ക്രൈബറേ ഉള്ളൂ. പക്ഷേ ഈ പറയുന്ന ആൾക്കാർ ഞങ്ങളുടെ വീഡിയോ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്തിട്ട്, എൻ്റെത് മാത്രമല്ല, പൊതുവെ ഇച്ചിരി ക്ലീവേജ് കാണിക്കുന്ന മറ്റുള്ള എല്ലാ പെൺകുട്ടികളുടെ ഫോട്ടോസും വീഡിയോസും കൊണ്ടുപോയി അപ്ലോഡ് ചെയ്തിട്ട് മില്യൺ കണക്കിനാക്കിയിട്ട് അവർ കാശ് സമ്പാദിക്കുന്നു. ഞങ്ങളെപ്പോലുള്ളവരുടെ എന്തിനാണ് അപ്പോൾ എടുക്കുന്നത്? എന്തിനാണ്? ഞങ്ങളെ കണ്ടുകൂടായെങ്കിൽ ഞങ്ങളുടെ ഫോട്ടോസ് എന്തിനെടുത്ത് വിൽക്കുന്നു? ഇതെനിക്ക് ചോദിക്കാനുള്ളത്. കാരണം നമ്മളെ ഇഷ്ടമല്ലാത്തവർ മറ്റുള്ള സോഷ്യൽ മീഡിയകളെ എടുത്തുകൊണ്ട് പോയിട്ടാണ് അവരവർക്ക് വരുമാനം ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മൾ ഈ ഇൻ്റർവ്യൂ പറയണു, ഈ ഇൻ്റർവ്യൂസ് കഴിഞ്ഞിട്ട് നമ്മളത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള പേജുകാർ അത് എടുത്തുകൊണ്ട് പോകും. അപ്പം നിങ്ങളോട് ചോദിച്ചിട്ടല്ല അവരത് കൊണ്ടുപോകുന്നത്, അവർക്ക് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇപ്പോൾ ഒരു റീലാണേലും മറ്റുള്ള പോസ്റ്റുകളാണേലും ഫേസ്ബുക്കിലും മറ്റുള്ള സോഷ്യൽ മീഡിയകളിലും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും വരുമാനം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് അവർ മുടിച്ചുകൊണ്ട് പോകുന്ന എന്നതിനാണ് നമ്മളോടൊരു അനുവാദം ചോദിച്ചിട്ട് എടുത്തുകൊണ്ട് പോയാൽ എന്നാണ് പ്രശ്നം? ഇത് സദാചാരം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, അത് മോശമായ രീതി മാത്രമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ നമ്മൾ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ നമ്മളെ ഓരോ സ്ഥലത്തും നമ്മൾക്ക് ട്രോളുകൾ, നമ്മളെ മോശം രീതിയിൽ ചിത്രീകരിക്കുന്നു. ഈ ഒരു സ്വാഭാവികം കണ്ടുവരുന്നതാണ് പൊതുവെ. ഏതൊക്കെ രീതിയിലാണ് മോശം രീതിയിൽ ചിത്രീകരിച്ചത്? നമ്മുടെ വയറ്, നമ്മുടെ ക്ലീവേജ് കുറച്ച് കാണിച്ചു എന്നും പറഞ്ഞിട്ട് നമ്മൾ ലവൾ ഇതാണ് ആ പോസ്റ്റ്. നിങ്ങൾ എൻ്റെ ഫേസ്ബുക്കിൻ്റെ പേജിൽ കിടക്കുന്ന കമൻറ്റുകൾ ഓരോന്നെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിച്ചു പോകും. പക്ഷെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്നുള്ള മട്ടിലാണ് പോകാറുള്ളത്. അവൾ എന്താണെന്നുള്ള രീതിയിലാണ് പറയുന്നത് കൂടുതലായിട്ട്. ഇവിടെ വീട്ടിൽ ആരും ചോദിക്കാനും പറയാനും ഇല്ലേ, പൊതുവെ ഉള്ള ചോദ്യമാണ്. വേറെ അവൾ ഇതാണെന്നൊക്കെ പറഞ്ഞല്ലോ. കാരണം ഒരു കാര്യത്തിൽ മാത്രമല്ല, ഒരു പെണ്ണ് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അവൾ പോക്കേഴ്സാണ്. സ്വാഭാവികമായിട്ട് ഒരു ക്ലീവേജ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സമൂഹം പറയുന്നത് പച്ചയായ രീതിയിൽ വെടികൾ എന്നാണ് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പോസ്റ്റുകൾ
നമ്മളുടെ ഫേസ്ബുക്കിൽ കിടക്കുന്ന പേജിൽ കമൻറ്റുകൾ ചെന്നിട്ട് ഞാൻ ഒരെണ്ണവും ഡിലീറ്റ് ചെയ്യാറില്ല. ഡിലീറ്റ് ഓൾറെഡി 1-2 നമുക്ക് ഇഷ്ടപ്പെടാത്ത കമൻറ്റുകൾ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഞാനത് ഡിലീറ്റ് ചെയ്യണേ. എൻ്റെ സങ്കടം കൊണ്ട് ഞാൻ പറയണതാണ്. എവിടെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ രാത്രി എൻ്റെ വീട്ടിലുണ്ട്. നിങ്ങൾ ആരെങ്കിലും എന്നെ മോശം രീതിയിൽ ഏതെങ്കിലും ആളുടെ കൂടെ കണ്ടിട്ടുണ്ടോ? നമ്മൾ ചോദിക്കുന്നതാണ്. ഇപ്പം നിങ്ങളായാലും നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു എന്നോട് സംസാരിക്കണു, ഞാൻ എൻ്റെ പ്രവൃത്തി കൊണ്ട് നിങ്ങളോട് എന്തെങ്കിലും മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ജെന്യൂൻ അല്ലേ? അപ്പം നമ്മളുടെ ഒരു വീഡിയോ കണ്ടിട്ട് ഇവള് വെടി, ഇവിടെ വീട്ടിലാരും ചോദിക്കാനും പറയാനും ഇല്ല, മറ്റേതാണ് മറിച്ചേതാണ് എന്നുള്ള പച്ചയായ രീതിയിലുള്ള കമൻറ്റുകളാണ് നമ്മുടെ പോസ്റ്റുകളിൽ വരാറുള്ളത്. കാരണം ഇപ്പോൾ ഈ ഇൻ്റർവ്യൂസ് കഴിഞ്ഞിട്ട് ആൾക്കാർ വന്നിട്ട് പൊതുവേ ചോദിക്കും, ഇവളെയാണോ ആൾക്കാർ പറഞ്ഞതെന്ന് ചോദിക്കും. കാരണം ഞാനൊരു റീല് ചെയ്യുന്നു, ആ റീലിൻ്റെ അടിയിൽ വന്ന് കാണേണ്ടവർക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. അതേപടി കമൻറ്റാണ് വരുന്നത്. മോശം വൾഗാരിറ്റി ഉള്ള കമൻറ്റുകൾ തന്നെയാണ് പൊതുവെ വരാറ്. കാരണം ഈ ബിക്കിനി ആയാലും ഞാൻ നോർമൽ വേഷം വന്നാലും കിളവി തള്ള, ഇവളുടെ വീട്ടിലാരും ചോദിക്കാനില്ലേ, മറ്റേ ഡാഷ് ഡാഷ്, ഇതാണ്. ഇങ്ങനെയുള്ള മോശം കമന്റുകൾ വരുമ്പോഴത്തേനും മാനസികമായിട്ടും തകർന്നു പോണ ഒരു സിറ്റുവേഷൻ. ഞാൻ എന്തിനാ തകരണത്? എനിക്ക് ചിരിയാണ്, സന്തോഷമാണ് വരണേ. കാരണം പോസിറ്റീവാണ്, ഞാൻ പോസിറ്റീവായിട്ടുള്ള ഒരാളാണ്. ആരെന്ത് പറഞ്ഞാലും എപ്പോഴും ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്ന ഒരാളാണ്. എനിക്കതിൽ സങ്കടമോ അല്ലെങ്കിൽ ഞാൻ ചെയ്യാത്തൊരു കാര്യം എന്നെ പറയുന്നതിന് എനിക്കിപ്പോൾ എന്നാ പ്രശ്നം? ഞാൻ നിങ്ങളെ പോടാ പട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പട്ടിയെ എറിഞ്ഞിട്ടാണോ പോടാ പട്ടിയെന്ന് നിങ്ങളെ ഞാൻ വിളിക്കണത്? അല്ലല്ലോ. അപ്പം നമ്മൾ നമ്മളുടേതായ കാഴ്ചപ്പാടിലാണ് ഞാൻ ജീവിക്കണേ. ആരും എന്നെ മോശം പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ അത് കാണുക തന്നെ ചെയ്യും. ഇപ്പോൾ സദാചാരവാദികളായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഗൗരിയുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്താണ്. ഇപ്പോൾ ഉള്ള ഓരോ പറമ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പുറത്തു പോയൊരു ഗൾഫ് രാജ്യത്ത് പോയിട്ട് 5 ദിവസം അതെന്റെ ബിക്കിനിയുടെ ഷൂട്ടുമായിട്ട് പോയതാണ്. അവിടുത്തെ അറബികളുടെ ലേഡീസിന്റെ ഒരു ബിക്കിനി ഉണ്ട്, അവരുടെ ആ ബിക്കിനി ഷൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ പോയി ചെയ്തു. പക്ഷേ നമ്മുടെ നാട്ടിലത്തെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ വർക്കിന് ചെല്ലുന്നു, നമുക്ക് പേയ്മെന്റ് തരുന്നു, വർക്ക് ചെയ്യുന്നു, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, നമുക്ക് വേറൊരു രീതിയുമില്ല. വർക്ക് ചെയ്യുന്നു, നമ്മൾ നമ്മളുടെ കാര്യം നോക്കുന്നു, വീട്ടിൽ പോരുന്നിടം വരെയും നമ്മളവർ സേഫാണ്. അതേപോലെ തന്നെ എൻ്റെ നാട്ടുകാരി ഒരാളുടെ കൂടെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരത്തിയുടെ കൂടെ ലെസ്ബിയനാണ് ഞാൻ ചെയ്തത്. ഇതേ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് പുള്ളിക്കാരത്തിയും. കാരണം അവരെക്കുറിച്ച് ആരെന്തു പറയുന്നു എന്നുള്ളതല്ല ഞാൻ നോക്കുന്നത്. ഇപ്പോൾ എന്നെക്കുറിച്ച് പറഞ്ഞാലും അവരെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ വർക്കിന് വിളിച്ചു, വർക്കിന് പോയിട്ട് വരുന്നിടം വരെയും, നമ്മൾ വീടെത്തുന്നിടം വരെയും സേഫ് ആണോ എന്ന് വിളിച്ച് ചോദിക്കുന്ന ആൾക്കാർ നമുക്കുണ്ട്. ചിലർ പലവിധം എന്ന് പറയത്തില്ല. നമ്മുടെ മലയാളികളിൽ 100 പേരിൽ 2-3 പേര് മോശം പറഞ്ഞു എന്നും പറഞ്ഞ് ഞാൻ ഒരിക്കലും എല്ലാവരെയും പറയില്ല. അതേപോലെ എനിക്ക് കൂടുതലും ആൺ സുഹൃത്തുക്കളുണ്ട്. പെൺ സൗഹൃദം എന്ന് പറയുന്നത് ലിമിറ്റായിരിക്കും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കൊതിഞ്ഞുണയും പറയുന്ന ആൾക്കാരെ എനിക്കിഷ്ടമല്ല. എൻ്റെ സുഹൃത്ത് വലയത്തിൽ ആണെന്ന് പറയുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. പക്ഷേ അവരോട് ഞാൻ ഇപ്പോൾ ഒരു വാട്സപ്പ് മെസ്സേജ് ആണെങ്കിൽ അവരൊരു ലിമിറ്റ്, ഇപ്പോൾ എൻ്റെ ക്യാരക്ടർ എന്താണെന്നറിയാം, ഒരു ലിമിറ്റ് വെച്ച് അവരെന്നോട് സംസാരിക്കും. ഒരു സുഹൃത്തുക്കളാണ്, നമ്മൾ എന്തും പറയാം, എന്തും അവരോട് രാവിലെ മുതൽ രാത്രി ഏത് ടൈമിലും എന്നെ വിളിക്കാം. അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ ഫാമിലി ഉണ്ട്, അവർക്കും എനിക്ക് തരുന്ന ഒരു ഇതുണ്ട്, ഗൗരി നിനക്ക് എപ്പോൾ വേണേലും എന്നെ വിളിക്കാം, അല്ലാതെ നീ എന്നെ വിളിക്കരുത്, എൻ്റെ ഫാമിലി ഉണ്ട്, ഇങ്ങനെയില്ല. കാരണം ആ വിളിക്കുന്ന സുഹൃത്തുക്കളുടെ വീട്ടിലെ ഫാമിലിക്കും എന്നെ അറിയാം. ഒളിച്ചും പാത്തും ഗൗരിയോട് അവർക്ക് സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ മോശമായിട്ടൊന്നും ചെയ്യണില്ല. ഗൗരിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താരാണ്? ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, നല്ല കുറേ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, 2-3 പെൺ സുഹൃത്തുക്കളുണ്ട്. എന്നാലും ഒരുപാടെന്ന് പറയുമ്പം ഞാൻ പഠിച്ച സമയത്തുള്ള സുഹൃത്തുക്കൾ, അതിനെ നമുക്ക് സുഹൃത്തുക്കൾ എന്ന് പറയുന്ന പഠിച്ച കാലഘട്ടം മുതലേ ഉള്ള ബന്ധങ്ങളാണല്ലോ. പിന്നെ നഴ്സിംഗ് വന്നു, നഴ്സിംഗ് സൗഹൃദങ്ങൾ, പിന്നെ നമ്മൾ പുറത്ത് ജോലിയായിരുന്ന സമയത്ത്, പിന്നെ നമ്മുടെ ഇപ്പം എന്ന് പറയുന്നത് റൊട്ടീൻ അനുസരിച്ചിട്ട് പോകുന്നത് നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സാണ്. അവരും എല്ലാവരുമായിട്ടും പൊതുവെ